നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ പ്രത്യേക ചർച്ചാ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2025 നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി ലയോ 14 പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ച മാത്തേർ പോപ്പുലി ഫിദേലിസ് എന്ന് പറയുന്ന ആ ഒരു രേഖ വളരെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പരിശുദ്ധ കന്യകാ മറിയത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ശീർഷകങ്ങളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ചില അറിയിപ്പുകൾ, ചില പ്രഖ്യാപനങ്ങൾ ആ രേഖയിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ സഹരക്ഷക, മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ പരിശുദ്ധ കന്യകാ മറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അത് അനുചിതമാണ് എന്ന രീതിയിൽ ആ രേഖയിൽ പരാമർശിക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വഴിവെച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭ തെറ്റ് തിരുത്തുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുന്നു, അത്തരത്തിൽ പോകുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചർച്ചകളൊക്കെ. യഥാർത്ഥത്തിൽ ഈ രേഖയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെ, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ആ ഒരു പ്രാധാന്യം കത്തോലിക്ക സഭയിൽ കുറയ്ക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളാണോ ഈ പ്രമാണ രേഖയ്ക്കുള്ളത്? ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ അച്ഛനാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാത്തേർ പോപ്പുലി ഫിദേലിസ് എന്ന് പറയുന്ന ആ ഒരു രേഖ പുറത്ത് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ, ക്രൈസ്തവ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. കത്തോലിക്ക സഭ തെറ്റുതിരുത്തി എന്ന രീതിയിലൊക്കെയാണ് പ്രചരണങ്ങൾ. ഇത്തരം പ്രചരണങ്ങളെ ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? മാത്രമല്ല, ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെ? പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഡോക്ട്രൈനൽ സ്വഭാവമുള്ള ഒരു ആൻസറിങ്, ഒരു ഡോക്ട്രൈനൽ നോട്ടാണ് ശരിക്കും വത്തിക്കാന്റെ വിശ്വാസ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഡിക്കാസ്ട്രി. പണ്ട് അത് വിളിക്കപ്പെട്ടിരുന്നത് കോൺഗ്രിഗേഷൻ എന്നായിരുന്നു. ഇപ്പോൾ അത് ഡിക്കാസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഒരു പ്രബോധന സ്വഭാവമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഫൈനൽ വേർഡ് പറയാൻ മാർപ്പാപ്പയെ സഹായിക്കുന്ന ഒരു ഭരണ സംവിധാനം കൂടിയാണ് ശരിക്കും പറഞ്ഞ ഡിക്കാസ്ട്രി. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഈ ഒരു നോട്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതൊട്ടും പുതുമയുള്ളതല്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം. പ്രധാനമായും ഈ ദിവസങ്ങളിലൊക്കെ, ഈ സമയങ്ങളിലൊക്കെ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്തൊക്കെ ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മഹത്വത്തെ സഭ ഒന്ന് താഴ്ത്തി എന്നാണ്. എന്ന് വെച്ചാൽ മാതാവിനെ കുറിച്ച് ഭയങ്കരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒന്ന് താഴ്ത്തി, ഏതാണ്ട് പണ്ട് പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ചിന്തിച്ചിരുന്ന തരത്തിൽ മാതാവിന് അത്രയും പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് കത്തോലിക്ക സഭയും വിചാരിച്ചു തുടങ്ങി എന്നുള്ള തരത്തിലുള്ള അത്തരം ചായ്വിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പലരും ഉപയോഗിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷകയെന്ന് തിരുസഭ ഒരു കാലത്തും ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടേ ഇല്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ഒരിക്കലും ഔദ്യോഗികമായ സഭ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. 10-ാം നൂറ്റാണ്ടിൽ ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ 10-ാം നൂറ്റാണ്ടിൽ ഒരു വിശുദ്ധ ബെർണാഡിന്റെ ഒരു പ്രസംഗത്തെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്ക് ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് അപൂർവ അവസരങ്ങളിലൊക്കെ പലരും സ്വകാര്യമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഈവൻ മാർപ്പാപ്പമാർ പോലും, അപൂർവം ചില മാർപ്പാപ്പമാർ, പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഒരു 6-7 പ്രാവശ്യം എന്ന് തന്നെ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നത് പോലെ സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഏത് അർത്ഥത്തിലാണെന്ന് പാപ്പ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ അപൂർവ അവസരങ്ങളിൽ മാത്രം ഒറ്റയ്ക്കൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു വാക്കാണ്. എന്നാൽ അതിനേക്കാൾ ഒത്തിരി കൂടുതൽ പ്രാവശ്യം തിരുസഭ ഔദ്യോഗികമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലും, ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലും, ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിലും വളരെ വ്യക്തമായി പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം പഠിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ്. ഫ്രാൻസിസ് പാപ്പ അത് വോക്കലായിട്ടാണ് സംസാരിച്ചതെങ്കിൽ പോലും പാപ്പ പറഞ്ഞത് ഭയങ്കര രസകരമാണ്. പാപ്പ പറഞ്ഞ ഇങ്ങനെയാണ്: ചിലപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എക്സാജറേറ്റഡ് ആകും എന്നാണ് പാപ്പ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാതെയും വിഷമിപ്പിക്കാതെയാണ് പാപ്പ അത് അവതരിപ്പിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വല്ലാതെ എക്സാജറേറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു എക്സാജറേറ്റഡ് വേർഡാണ് മാതാവിനെ കോ റെഡംട്രിക്സ് അഥവാ സഹരക്ഷക എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ ഉള്ള കുഴപ്പത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ കൃത്യതയോടുകൂടെ പറഞ്ഞിരുന്നു. പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്, പറഞ്ഞതിന്റെ കണ്ടന്റ് ഇതാണ്: സഹരക്ഷക എന്ന് വിളിക്കപ്പെടാൻ മാത്രം ഈശോ മിശിഹായുടെ രക്ഷണീയ കർമ്മത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല എന്നാണ്.
എന്ന് വെച്ചാൽ ഈശോ മിശിഹായിലൂടെയുള്ള രക്ഷ, മിശിഹായിലൂടെ നമുക്ക് നൽകപ്പെടുന്ന രക്ഷ അത് അതിൽ തന്നെ പൂർണ്ണമാണ് എന്നാണ്. അല്പമെങ്കിലും കുറവുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിലാണ് ഒരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത രക്ഷകനാണ് അവിടുന്ന് എന്ന് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും കത്തോലിക്ക സഭയുടെ ബോധ്യവും പ്രബോധനവും എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് സഹരക്ഷക എന്ന പദം ഉപയോഗിക്കപ്പെടരുത്. അപൂർവ അവസരങ്ങളിലൊക്കെ ഞാൻ തന്നെ ഒത്തിരി സാഹചര്യങ്ങളിൽ ആ കാര്യത്തിൽ ഇടപെടാൻ ഇടവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില പാട്ടുകൾക്കകത്തൊക്കെ സഹരക്ഷകയാം അമ്മ എന്നൊക്കെ ഉള്ള വരികളൊക്കെ ആണ്. അപ്പം അത് വിളിച്ചു പറയും. അതുപോലെ തന്നെ പല സമയത്ത് സംസാരിക്കുന്നത്, കാരണം ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചിന്ത കയറി വന്നിട്ടുണ്ട്. അത് ഈ ഡോക്യുമെന്റിന്റെ ആരംഭത്തിൽ പറയുന്നത് പോലെ ചില മരിയൻ ഡിവോഷണൽ ഗ്രൂപ്പുകൾ, സതുദ്ദേശത്തോടെയുള്ള ഡിവോഷണൽ ഗ്രൂപ്പുകൾ, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ അല്പം സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് പരിധി കടന്ന അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡ്ജക്റ്റീവ് ആണ് മാതാവിനെ കുറിച്ച് പറയുന്ന. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പലരും ആവർത്തിക്കുന്ന ഞാൻ കണ്ടു. ടൈറ്റിൽ എന്നല്ല പറയാവുന്നത്, അതൊരു അഡ്ജക്റ്റീവാണ്, മാതാവിന് കൊടുക്കുന്ന വിശേഷണമാണ്. സഹരക്ഷകയാണ് അവൾ, ദൈവമാതാവാണ്, സഹരക്ഷകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ സഹരക്ഷകയാണ് എന്ന് സഭ ഒരിക്കലും പ്രബോധനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകാത്തതെന്ന് ചോദിച്ചാൽ, അതാണ് അതിന്റെ കോർ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള വിഷയം. അത് പരിശുദ്ധ സഭയുടെ തിയോളജി അത് മെസ്സിയാനിക്കാണ്, അഥവാ മിശിഹ കേന്ദ്രീകൃതമായ പ്രബോധനമാണ് തിരുസഭയുടേത്. തിരുസഭയുടെ പ്രബോധനം അങ്ങനെ ആയിരിക്കാൻ കാരണം യാഥാർത്ഥ്യം അങ്ങനെ ആയതുകൊണ്ടാണ്. മിശിഹ കേന്ദ്രീകൃതമാണ് സകലതും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് പോലും തിരുസഭ പഠിപ്പിക്കുന്നത് മിശിഹ കേന്ദ്രീകൃതമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ ദൈവമാതാവാണ് എന്ന് അതിനെ ഈ ഡോക്യുമെന്റ് ആരംഭത്തിൽ സംസാരിക്കുന്ന ഒരു വാക്കാണ്. ദൈവമാതാവാണ് അവൾ. എന്തുകൊണ്ടാണ് ദൈവമാതാവാണ് എന്ന് പറയാൻ കാരണം? അതിന്റെ ഉള്ളിലുള്ള അർത്ഥം ഇതാണ്. അത് അവളുടെ മാതൃത്വത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അവൾ ജന്മം നൽകിയ പുത്രനെ കുറിച്ച് പറയുന്നതാണ്. ഇതൊരു വളരെ ശ്രദ്ധേയമായ രസകരമായ ഒരു കാര്യം. അവളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമല്ല ദൈവമാതാവ് എന്ന് പറയുന്നത്. പകരം അവൾ ജന്മം കൊടുത്ത പുത്രൻ അവൻ ദൈവമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവളുടെ പുത്രനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അഥവാ മിശിഹ കേന്ദ്രീകൃതമാണ്, ഈ ഒരു ക്രൈസ്റ്റ് സെന്റേർഡ്നെസ് ആണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ അതുകൊണ്ട് മിശിഹയാണ് രക്ഷകൻ, മിശിഹയാണ് ഏകരക്ഷകൻ എന്ന കാര്യത്തെ തള്ളിക്കളഞ്ഞാലാണ് സഹരക്ഷകയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു കാലത്തും സഭ അങ്ങനെ പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. ഏകരക്ഷകൻ എപ്പോഴും മിശിഹ തന്നെയാണ്. എന്നാൽ മാതാവ്, അതുകൊണ്ട് ആ കാരണത്താൽ മാതാവ് ഒരിക്കലും ഒരു രക്ഷാകര ദൗത്യം ഈ ഡോക്യുമെന്റ് വിശദീകരിക്കുന്നത് പോലെ, നേരത്തെ മുതൽ തന്നെ സഭ പഠിപ്പിച്ചിരുന്നത് പോലെ, രക്ഷണീയ കൃത്യം അത് മിശിഹായുടെ പാസ്കൽ മിസ്റ്ററീസ് ആണ്, അത് പെസഹ രഹസ്യങ്ങളാണ്. അവിടുത്തെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാന, സംസ്കാര ഉത്ഥാന രഹസ്യങ്ങളാണ് രക്ഷയുടെ ആധാരം. അതിനകത്ത് ഒരു വിധത്തിലും പരിശുദ്ധ കന്യകാമറിയം ആ അർത്ഥത്തിൽ പങ്കാളിയായിരുന്നില്ല. ഇനി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളായിരിക്കും പിന്നീട് പെട്ടെന്ന്, അപ്പൊ അങ്ങനെയാണ് മാർപ്പാപ്പമാരുടെ സംസാരത്തിനകത്ത് പ്രോബ്ലംസ് ഉണ്ടോ, ഈ ഡോക്ട്രൈനൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പേപ്പസിക്കകത്തുണ്ടോ, അല്ലെങ്കിൽ ഒരു പാപ്പ പറഞ്ഞത് തെറ്റാണെന്ന് പിന്നീട് ഒരു കാലത്ത് തെളിയിക്കപ്പെടുകയാണോ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾ പക്ഷെ ചോദിക്കായിരുന്ന ചോദ്യമായിരിക്കും സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യം ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതിനകത്ത് അതിന്റെ ആൻസറും ഈ ഡോക്യുമെന്റ് സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് തന്നെയാണല്ലോ തുറന്നു പറയുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് കൊടുക്കുന്ന ക്ലാരിറ്റി ഇതാണ്: പാപ്പ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ ന്യൂവാൻസിന് ഡിഫറൻസ് ഉണ്ട് എന്നാണ്. സഹകാരിണിയാവുക എന്ന് പറയുന്നത് രക്ഷാകർമ്മത്തിന് സഹകാരിണിയാവുന്നു എന്ന അർത്ഥത്തെക്കാൾ രക്ഷകനായ ഈശോയോട് അവൾ സഹകരിച്ചു എന്ന് അതിനെ തിരുത്തി വായിക്കണം. രക്ഷകനായ ഈശോയോട് അവൾ സഹകരിച്ചു, അഥവാ ദൈവത്തിന്റെ രക്ഷാകര ധർമ്മത്തോട്, ദൗത്യത്തോട്, രക്ഷാകര പ്രവൃത്തിയോട് ഇവൾ സഹകരിച്ചു. എങ്ങനെയാണ് അവൾ സഹകരിച്ചത്? ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹകരിച്ചത്, അല്ലാതെ ഈക്വൽ ആയിട്ടല്ല. മരിയോളജി അത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കപ്പെടേണ്ട ആവശ്യം ഇന്നും കേരള സഭയിലും ലോകത്തിലും മുഴുവനും ഉണ്ട്. പല ആളുകളെ സംബന്ധിച്ചും, ക്രൈസ്തവരും കത്തോലിക്കരായ ആളുകളുടെ ഇടയ്ക്ക് പോലും അതിനകത്തൊരു ബാലൻസിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ചാൽ ഈശോയോട് സമാനമായി മാതാവിനെയും കൂടി അവതരിപ്പിക്കുന്ന ഒരു നേച്ചർ അറിയാതെ കയറി വന്നിട്ടുണ്ട്. ഇതും ഈ സ്നേഹം വർദ്ധിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്, നമ്മളാരെയും കുറ്റം പറയേണ്ടതല്ല. ഉദാഹരണം പറഞ്ഞാൽ, പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ തിരുസ്വരൂപങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഈശോയുടെയും മാതാവിന്റെയും രൂപങ്ങൾ ഒരേ വലിപ്പത്തിലുള്ള രൂപങ്ങൾ ഒരേപോലെ വെക്കുകയും
പല കുടുംബങ്ങൾക്കകത്തും കണ്ടിട്ടുണ്ട്. മാതാവിന്റെയും ഈശോയുടെയും രൂപം വയ്ക്കുന്നു, അല്ലെങ്കിൽ തിരുഹൃദയത്തിന്റെയും ഈശോയുടെയും രൂപം ഒരുമിച്ച് വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈശോയുടെ പ്രാധാന്യം, യുണീക്ക്നെസ്, പ്രൈമസി, അതിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചെറിയ സൂചന പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ, വിശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ തിരുനാൾ ആഘോഷിക്കുന്നു. മാതാവിന്റെ തിരുനാളുകൾ മിശിഹായുടെ തിരുനാളുകളെക്കാൾ കൂടുതലായിട്ട് ആചരിച്ചുകൂടാ. ഇപ്പൊ ടോക്ക് നടക്കുന്നു, ഒരു ധ്യാനത്തിൽ ടോക്കുകൾ, മാതാവിനെ കുറിച്ച് ഈശോയെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ടോക്കുകൾ ഉണ്ടാകാൻ പാടില്ല, കൂടുതൽ എംഫസിസ് ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാ കാലത്തെയും തിരുസഭയുടെ ആഗ്രഹവും സ്വപ്നവും പ്രബോധനവും തന്നെയാണ്. അതിനെയാണ് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് എന്നാണ് ആദ്യം പറയാവുന്നത്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ ആ ഡോക്യുമെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നിടത്തോളം ഈ കൃപയുടെ മാതാവ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന തലക്കെട്ടുകൾ സ്വീകാര്യമായി കണക്കാക്കപ്പെടാമെങ്കിലും തെറ്റിദ്ധാരണാജനകമായ വിധത്തിലുള്ള ഈ പദങ്ങളുടെ ഉപയോഗത്തിനെതിരെയും ഡോക്യുമെന്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഒന്ന് നൽകാം. അതായത് ഈ മധ്യസ്ഥ എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ ഉളവാക്കുമെന്ന് തന്നെയാണ് ഈ ഡോക്യുമെന്റും ഈ നോട്ടും പറയുന്നത് തന്നെ. അത് പൂർണ്ണമായ സത്യമാണ്. കൃപകളുടെ അമ്മ എന്ന് പറഞ്ഞാൽ, കൃപകളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്നാണ് കൃപകൾ പുറപ്പെടുന്നത് എന്നായിരിക്കും അതിന്റെ അർത്ഥം. എന്നാൽ സകല കൃപാവരങ്ങളും സ്വീകരിച്ചവരുടെ അമ്മയെന്നോ കൃപാവരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരുടെ അമ്മയെന്നോ പറയുന്നതിനകത്തൊട്ട് തെറ്റില്ല താനും. ഇനി മാത്രമല്ല, ഈ കൃപാവരങ്ങൾ ഏറ്റവും അധികം സ്വീകരിച്ചിട്ടുള്ളയാൾ എന്നുള്ള നിലയ്ക്കും അവൾ മാതൃസ്ഥാനീയാണ് എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. പക്ഷെ കൃപാവരങ്ങൾ പുറപ്പെടുന്നത് അവളിൽ നിന്നാണെന്ന് പറയുന്നത് കുഴപ്പമാകും. കാരണം കൃപാവരങ്ങളെല്ലാം, പ്രത്യേകിച്ച് കൗദാശിക കൃപാവരങ്ങളെല്ലാം പുറപ്പെടുന്നത് മിശിഹായിൽ നിന്നാണ്. അത് ത്രിത്വത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മിശിഹായിലൂടെ പരിശുദ്ധ റൂഹായാണ് നമുക്കത് തരുന്നത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ കൃപകളുടെ അമ്മ എന്ന് പറഞ്ഞാൽ കൂദാശകളുടെ ഉറവിടം എന്ന് അതിനർത്ഥമാകാൻ ഇടയുണ്ട് എന്നുകൊണ്ടാണ് ഡിക്കാസ്ട്രി ആ ക്ലാരിറ്റി കൊടുക്കുന്നത്. രണ്ടാമത് മധ്യസ്ഥ എന്ന് പറയുന്ന കാര്യമാണ്. ഈ മധ്യസ്ഥ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിനിടയ്ക്ക് സാരമായ തെറ്റിദ്ധാരണയുണ്ട്. അത് ഒരുപക്ഷെ ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം വരും. ഏകരക്ഷകൻ മിശിഹായാണ്, അവിടുന്നല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്ന് പഠിപ്പിക്കുക. ഏക മധ്യസ്ഥൻ മിശിഹായാണ് എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ വിശുദ്ധരെ മധ്യസ്ഥരായി കണക്കാക്കുന്നത്, മാതാവിനെ മധ്യസ്ഥരായി കണക്കാക്കുന്നത് എന്നൊക്കെയാണ്. മധ്യസ്ഥ എന്ന വാക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അത് പ്രശ്നമാണ്. ആരെക്കുറിച്ച് ഉപയോഗിച്ചാലും അത് പ്രശ്നമാണ്. ആ വാക്ക് ഈശോയ്ക്ക്, മിശിഹായ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. ഇത് രണ്ട് അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈ മീഡിയേറ്റർ എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈശോയെക്കുറിച്ച് മീഡിയേറ്റർ എന്ന് പറയുന്നത് അത് ഏതർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം. ദൈവത്തെക്കുറിച്ച് ഓർക്കുക. ദൈവം, സ്വർഗസ്ഥനായ ദൈവമായിരിക്കുന്ന, അസ്തിത്വത്തിൽ പൂർണ്ണമായും ദൈവമായിരിക്കുന്ന അവിടുന്ന്. നമ്മളെക്കുറിച്ച് ഓർക്കുക. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പൂർണ്ണമായും മനുഷ്യനാണ്. നമ്മൾ ദൈവമല്ല, ദൈവം മനുഷ്യനുമല്ല. നമ്മൾ തമ്മിൽ, ദൈവവും നമ്മളും തമ്മിൽ സാരമായ ഒരു അകലം, ഒരു ദൂരമുണ്ട്, വലിയ ദൂരമുണ്ട്. ഇതിനിടയ്ക്ക് ആരുമില്ല. എന്ന് വെച്ചാൽ ഒരേ സമയം ഇതിന്റെ രണ്ടിന്റെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആരുമില്ല. ആ അവസരത്തിലാണ് മനുഷ്യാവതാരം ചെയ്ത മിശിഹ ഒരേ സമയം ദൈവവും അതേസമയം മനുഷ്യനുമായി മനുഷ്യാവതാരം ചെയ്യുന്നത്. അതുവഴി അവിടുന്ന് മാത്രമാണ് ദൈവത്വത്തിന്റെയും ഹ്യൂമൻനെസിന്റെയും, മനുഷ്യത്വത്തിന്റെയും ഇടയിലുള്ള ഏക വ്യക്തി. എന്ന് വെച്ചാൽ ഒരേ സമയം ദൈവത്വവും അതേസമയം മനുഷ്യത്വവുമുള്ള മധ്യത്തിൽ നിൽക്കുന്ന, ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഏക വ്യക്തി അത് ഈശോ മിശിഹായാണ്. ആ അർത്ഥത്തിലാണ് ഈശോ മിശിഹായാണ് ഏക മധ്യസ്ഥൻ എന്ന് എഫെസു ലേഖനത്തിലായാലും സഭയുടെ പ്രബോധനങ്ങളിലൊക്കെ അത് അങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ കാരണം ഈ അർത്ഥമാണ്. ഈ അർത്ഥത്തിലല്ല മാതാവിനെ കുറിച്ചോ വിശുദ്ധരെ കുറിച്ചോ പറയുന്നത്. അവർ നമ്മുടെ നിയോഗങ്ങൾ ഉപയോഗിച്ച് മാധ്യസ്ഥം വഹിക്കുന്നവരാണ് എന്നുള്ളത് മാത്രമാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ, ദൈവസന്നിധിയിൽ കൂടുതൽ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവരുടെ വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടുള്ള സ്വാധീനം, മിശിഹായോട് ഏറ്റവും അടുത്ത് നിന്നവൾ, നമ്മുടേതുപോലത്തെ ജീവിതത്തിലൂടെ കടന്നുപോയി ഏറ്റവും പൂർണ്ണമായ വിജയം നേടിയവൾ എന്നുള്ള നിലയ്ക്ക് അവൾക്കുള്ള സാധ്യത, ദൈവത്തോടുള്ള ബന്ധം, അതുപയോഗിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ കഴിയുന്നവൾ എന്ന അർത്ഥത്തിൽ അവളെ മധ്യസ്ഥ എന്ന് ഉപയോഗിക്കാം, എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മധ്യസ്ഥ എന്നൊക്കെ പറയുന്നതിനകത്ത് കുഴപ്പമില്ല. അതേസമയം ഇൻഡിപെൻഡന്റ് ആയിട്ട് മീഡിയേറ്റർ എന്ന് വിളിക്കാൻ കഴിയുന്ന ഈശോയെ മാത്രമാണ്. അപ്പം അങ്ങനെ ഈശോയ്ക്ക് മാത്രം കൊടുക്കപ്പെടേണ്ട ഒരു ടൈറ്റിൽ,
ഒരു ടൈറ്റിൽ, ഒരു വിശേഷണം അത് മാതാവിന് കൊടുക്കുമ്പോൾ മാതാവിന് ഈശോയോട് തുല്യപ്പെടുത്തുന്നത് പോലെ അനുഭവപ്പെടാം. അതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയില്ലെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഒരു സ്നേഹത്തിന്റെ ആധിക്യത്താൽ പറയുന്നത് കേൾക്കുമ്പോൾ അത് രസകരമായി തോന്നിയാലും, ഈ ഡോക്ട്രൈനൽ ന്യൂവാൻസുകളിൽ, പ്രത്യേകിച്ച് സഭയുടെ പ്രബോധനത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവയൊക്കെ ചിലപ്പോൾ പാഷണ്ഡതകളായോ സെക്റ്റുകളായോ ഒക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നത് കൊണ്ടാണ് ഈ ഡിക്കാസ്ട്രി അങ്ങനെ ഒരു ക്ലാരിറ്റി ഒരിക്കൽ കൂടെ കൊടുക്കുന്നത്. എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഇതിപ്പോ പെട്ടെന്ന് ഒരു വലിയ വാർത്തയാകുന്നത് എന്ന്. ഒരുപക്ഷെ മുമ്പ് അത്ര ഈ സോഷ്യൽ മീഡിയകളും ഒന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നോണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. പക്ഷേ ഇത് നല്ലതാണ് അങ്ങനെ ചോദിക്കുന്ന ഒരു സാഹചര്യം, ആളുകൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഇത് പഠിപ്പിക്കാൻ നല്ലൊരു അവസരമാണ് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും. മറ്റൊരു കാര്യം, അതായത് ഈ പറയുന്ന ഡോക്യുമെന്റ് മാറ്റർ പോപ്പുലി ഫിദേലിസ്, അത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പൊട്ടി വിടർന്ന ഒരു രേഖയാണോ? അതിനെ സംബന്ധിച്ച് കാലങ്ങളായി നടക്കുന്ന ഒരു പഠനങ്ങളുടെ ഒരു ക്ലൈമാക്സിൽ ഈ ഒരു രേഖ പുറപ്പെടുവിക്കുകയാണോ വത്തിക്കാൻ ചെയ്തത്? അതിനെപ്പറ്റി, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ പറ്റി കൂടി ഒന്ന് പരാമർശിക്കാം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ലയോ 14 മാർപ്പാപ്പയുടെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണോ ഈ രേഖയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ രേഖ ഉണ്ടാകുന്നു, അതോ മുൻകാലങ്ങളിൽ മറ്റ് മാർപ്പാപ്പമാരുടെ പഠനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ രേഖ പുറപ്പെടുവിച്ചിരിക്കുന്നത്? എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഇത് സ്വാഭാവികമായും ഈ ഡിക്കാസ്ട്രി ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത് ഓവർനൈറ്റിലല്ല. എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഗൗരവമുള്ള ഒരു വിഷയം ഡിക്കാസ്ട്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർ അതിനെക്കുറിച്ചും ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യും, സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ. അപ്പം അത് ചെയ്യുന്നതിന് അവർ ഒത്തിരി സമയമെടുക്കും, ധാരാളം ഡിസ്കഷൻസ് നടത്തും. ഈവൻ മാർപ്പാപ്പയുടെ അടുത്ത് തന്നെയും പല സിറ്റിങ്ങുകൾക്ക് അവർ പോവുകയും സമ്മപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. സ്വാഭാവികമായും തിയോളജിയൻസിനെ അവർ കൺസൾട്ട് ചെയ്യും. അങ്ങനെ ഡിക്കാസ്ട്രിക്കകത്ത് തന്നെ അതിന്റെ ഗൗരവമുള്ള സീനിയർ തിയോളജിയൻസ് ഉണ്ട്. ഒപ്പം സഭയുടെ മുൻകാല പ്രബോധനങ്ങൾ അതിനെക്കുറിച്ചുള്ള അവർ സൂക്ഷ്മമായി പഠിക്കും. കാരണം ഒരു ഡോക്യുമെന്റ് ഡിക്കാസ്ട്രി പബ്ലിഷ് ചെയ്യുന്നതിന് അത്രമാത്രം അധികാരികത ആവശ്യം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഒരിക്കലും ഈ ഹ്രസ്വമായ പേപ്പസിയുടെ കാലഘട്ടം കൊണ്ട് മാത്രം അത് സാധ്യമല്ല. പക്ഷെ ഏതാനും മാസങ്ങളുടെ എങ്കിലും ഒരുക്കം അതിന്റെ പുറകിലുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിന്റെ ഒരു തിയോളജിക്കൽ പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞാൽ, സ്വാഭാവികമായി പറഞ്ഞതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ CDFന്റെ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ CDF നമുക്ക് ഊഹിക്കുക പോലും ചെയ്യാവുന്നതുപോലെ CDF ഇടപെടേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഉള്ള ഒരു കാറ്റലോഗ് പോലും അവരുടെ അടുത്തുണ്ടാവും. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു വിഷയമാണ് മാതാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതാവിനെ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ ഉണ്ടാകാവുന്ന വികലതകളെക്കുറിച്ചും വൈകല്യങ്ങളെക്കുറിച്ചും പറയുക എന്നുള്ളത്. അത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ തന്നെ പാപ്പ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 96-ൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ എൻ്റെ ഓർമ്മയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് ന്യൂസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് CDF ഒരു ഇന്റഗ്രൽ സ്വഭാവമുള്ള ഡോക്യുമെന്റ്, മാതാവിനെ കുറിച്ച് പറയാവുന്ന പല വിശേഷണങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തൊരു കാര്യത്തോട് നമ്മൾ പറയണം, ഈ ഡോക്യുമെന്റ് എന്ത് പറയരുത് എന്ന് പറയാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ് എന്നതിനേക്കാൾ മാതാവിന്റെ മഹത്വത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ് ആണ് എന്നാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. ഓക്കെ. ഏറ്റവും ലാസ്റ്റായിട്ട് അച്ഛാ, നമ്മൾ ഈ ഡോക്യുമെന്റിന്റെ ഒരു ആകെത്തുക എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് മാതാവിന്റെ ആ ഒരു മഹത്വം കുറയ്ക്കുന്നതല്ല, മറിച്ച് മാതാവിന്റെ ഒരു പ്രാധാന്യം, സഭയിൽ മാതാവിന് പരിശുദ്ധ കന്യാമറിയത്തിനുള്ള ഒരു പ്രാധാന്യം എടുത്ത് കാണിക്കുന്നതാണ് എന്നത് വളരെ വ്യക്തമാക്കുന്ന ഒരു രേഖയില്ല. നമ്മൾ മൊത്തത്തിൽ അത് ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മധ്യസ്ഥ എന്ന ഒരു പദത്തെ ചൊല്ലിയാണ് പല കൺഫ്യൂഷൻസും നിലനിൽക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ വിശ്വാസികൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതുപോലെ അച്ഛൻ സൂചിപ്പിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു അർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തുടർന്നും പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ, അല്ലെ? അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാർത്ഥന ഒഴിവാക്കി അല്ലെങ്കിൽ അത് നിരോധിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ 2 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറയില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവളാണ് മധ്യസ്ഥ എന്ന് പറയുന്നത് ആണ് തെറ്റായിട്ടുള്ളത്. അവളാണ് മധ്യസ്ഥ എന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയം മാതാവിന്റെ മാധ്യസ്ഥം തേടാം, മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാതാവിനോട് അപേക്ഷിക്കാം. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല എന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്ന കാര്യമാണ്. മിശിഹ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് പോലെ മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കരുതെന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. ഇത് പക്ഷേ ഈ ഡോക്യുമെന്റിന് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കൂടുതൽ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെ മരിയോളജിക്കൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആധുനിക കാലഘട്ടത്തിൽ എന്ന് സഭയെ ഒന്നടങ്കം ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനത് കുറച്ച് പേഴ്സണൽ ആയിട്ടൂടെ പറയാം.
അത് ഈ ഡോക്യുമെന്റ് പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇടയ്ക്കെങ്കിലുമൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹവും ബഹുമാനവും അതിര് കടക്കാറുണ്ട്. അതിര് കടക്കുന്ന ഏത് അർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ വൈകാരികമായി തീരാറുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്വാഭാവികമായും ഒരു മാതൃഭാവത്തോട് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു ഗ്രോട്ടോ ഉണ്ടെങ്കിൽ അവിടെ നാനാജാതി മതസ്ഥരായ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഈശോയുടെ രൂപം വെച്ചിട്ട് അവിടെ പോകുന്നതിനേക്കാൾ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ അത് ഒരു ഡെയ്റ്റി ഫീലിംഗ്, അതിനോടുള്ള റെഫറൻസ് പൊതുസമൂഹത്തിന് പൊതുവിലുണ്ട്. അതുപോലെ മാതാവ് അവതരിപ്പിക്കപ്പെടരുത് എന്നുള്ളത് സഭയുടെ ഒരു പ്രധാനപ്പെട്ട നിർബന്ധമാണ്. ഒരു 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 ദേവതയെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗോഡിനെ പോലെയോ, ഈശോ അതിന് പാരലായിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫീമെയിൽ പാർട്ട് എന്നുള്ള അർത്ഥത്തിലൊന്നും മാതാവ് ഒരിക്കലും അവതരിപ്പിക്കപ്പെടരുത് എന്നുള്ളത് സഭയുടെ എല്ലാ കാലത്തെയും നിർബന്ധമാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില സാഹചര്യങ്ങളിലെങ്കിലും മാതാവിനെ ദൈവത്തോടൊപ്പം എന്നതുപോലെ അവതരിപ്പിക്കാനുള്ള ഒരു ചെറിയ ചായ്വുകളൊക്കെ കാണാറുണ്ട് എന്നതും ഈ ഡോക്യുമെന്റിന്റെ പശ്ചാത്തലമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളിലും മിശിഹ കേന്ദ്രീകൃതമായി മാത്രം മാതാവിനെ കുറിച്ച് സംസാരിക്കുക. അതാണ് മാതാവിന് പ്രീതിയുള്ളത്. മാതാവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതാണ്. മാതാവ് ഒരിക്കലും ഈശോയുടെ മുകളിൽ കടന്നു നിൽക്കാൻ ആഗ്രഹിക്കുകയില്ല. പകരം കർത്താവിന്റെ ദാസി തന്നെ ആയിരിക്കാനാണ് മാതാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് കടന്നുള്ള സ്നേഹപ്രകടനങ്ങൾ മാതാവിനെ സന്തോഷിപ്പിക്കുമെന്ന് കരുതുന്നത് തെറ്റാണ്. മാതാവിനെ അത് വേദനിപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ ഈ ഷെക്കിന്റെ ചാനൽ തന്നെ കുറച്ച് മുമ്പ് പറയുന്നത് കേട്ടു. അത് വളരെ മീനിങ്ഫുൾ ആണ്, സെൻസിബിൾ ആണ്. അതാണ് അതിന്റെ ശരിയായ ധ്വനിയും. അത് മാംസരക്തങ്ങളല്ല, കർത്താവ് തന്നെയാണ് അത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഒരു ചൈതന്യം കീപ്പ് ചെയ്യുകയും ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കുകയും ചെയ്യണം. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇപ്പം ദൈവമാതാവ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആദ്യകാലങ്ങളിലുണ്ടായ ഒരു നെസ്റ്റോറിയൻ തർക്കവും ഒക്കെ ഇതിന്റെ പോലത്തെ ചെറിയൊരു പശ്ചാത്തലങ്ങൾ ഇതിനൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും അതിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയുന്ന പക്വതയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, തിരുസഭയും ആഗ്രഹിക്കുന്നത്. യെസ്, വളരെ നന്ദി അയച്ച. പ്രത്യേകിച്ച് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള രേഖ മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന് പറയുന്ന ആ ഒരു രേഖയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി അങ്ങ് സംസാരിച്ചതിന് ഒത്തിരി നന്ദി അയച്ച. തീർച്ചയായിട്ടും സഭയുടെ വിശ്വാസ സത്യങ്ങളോട് ചേർന്ന് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കാം. മാത്രമല്ല ഈ രേഖയെ സംബന്ധിച്ചുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല കോണുകളിൽ നിന്നും ഉയരുന്ന സെക്കുലർ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന അസത്യങ്ങളിൽ വിശ്വസിക്കാതെ സഭയുടെ വിശ്വാസ സത്യം എന്താണോ, ഈ രേഖയിൽ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിൽ നമുക്ക് വിശ്വസിക്കാം. ആ രേഖ തന്നിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. മിശിഹ കേന്ദ്രീകൃതമായിട്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ആ മാധ്യസ്ഥം തേടിക്കൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താം. ഈ ഒരു വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയുള്ള ആശയങ്ങൾ പങ്കുവെച്ച ഫാദർ അരുൺ കലമറ്റത്തിൽ അങ്ങേക്ക് പ്രത്യേകം നന്ദി.